നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. കൊടും കുറ്റവാളിയും സൗമ്യ കൊലക്കേസിലെ തടവു ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുമായ ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തെ രൂക്ഷ വിമർശനവുമായി KPCC ഉപാധ്യക്ഷൻ ഷാഫി പറമ്പിൽ MP. ഭയാനകരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്നും സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും സംവിധാനത്തിന്റെ പരാജയമാണ് എന്നാണ് പറയുന്നത്. ജയിലിലെ ഏറ്റവും സുരക്ഷയുള്ള ബ്ലോക്കിന്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ അവസ്ഥ എന്താകും? കൊടും കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അംഗവൈകല്യമുള്ള ഒരാൾക്ക് ജയിലിനകത്തും പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടുണ്ട്. ജയിലിൽ രാത്രി സുരക്ഷാ ജീവനക്കാരില്ലേ? സെല്ലിൽ നിന്ന് എങ്ങനെയാണ് തടവുകാരൻ പുറത്തു ചാടിയത്? രാത്രി 1:15 ശേഷം തടവുകാരൻ രക്ഷപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസിനെ അറിയിച്ചത്. ഗോവിന്ദചാമി തടിച്ചു കൊയ്ക്കുന്നുവെന്ന് വികാരം കൊള്ളുന്ന പൊതുസമൂഹമാണ് നാട്ടിലുള്ളത്. കൊടും കുറ്റവാളി ജയിൽ ചാടിയിൽ നീതിന്യായ വ്യവസ്ഥയിലും ശിക്ഷയിലും എങ്ങനെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുകയെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കെ ഇന്ന് പുലർച്ചെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയത്. രാവിലെ ജയിൽ അധികൃതർ സെൽ പരിശോധിച്ചപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടതായി അറിയുന്നത്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത്. അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി ഒരുക്കി. അതേ തുണി ഉപയോഗിച്ച് ഗോവിന്ദചാമി മതിലിൽ നിന്ന് താഴേക്കിറക്കുകയായിരുന്നു. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി സൗമ്യ ക്രൂരപീഡനത്തിന് ഇരയായത്. ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യ മരിച്ചു. കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചുവെന്നെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം കണക്കിലെടുത്താണ് വധശിക്ഷ സുപ്രീം കോടതി 2016 റദ്ദാക്കി ജീവപര്യന്തമായി മാറ്റുകയായിരുന്നു.